ഓം നമോ നാരായണായ. ശ്രീ വെങ്കടേശ്വര വ്രതം. ശ്രീ ഗണപതി ധ്യാനം. വക്രതുണ്ട മഹാകായ കോടിസൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ വിദ്യാബലം ദൈവബലം തദേവ ലക്ഷ്മീപദേ തെങ്ക്രിയുഗം സ്മരാമി. ആജനും. ഓം കേശവായ സ്വാഹ. ഓം നാരായണായ സ്വാഹ. ഓം മാധവായ സ്വാഹ. ഓം ഗോവിന്ദായ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം വാമനായ നമഃ. ഓം ശ്രീധരായ നമഃ. ഓം ഋഷികേശായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം ദാമോദരായ നമഃ. ഓം സംകർഷണായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം പ്രത്യുപ്നായ നമഃ. ഓം അനിരുദ്ധായ നമഃ. ഓം പുരുഷോത്തമായ നമഃ. ഓം അധോക്ഷജായ നമഃ. ഓം നരസിംഹായ നമഃ. ഓം അച്യുതായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം ഉപേന്ദ്രായ നമഃ. ഓം ഹരയേ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭൂതോചാദനം. ഉത്തിഷ്ഠന്തു ഭൂതപിശാചഃ ആദൈ ഭൂമി ഭാരക ഏതേഷാമ വിരോധേന ബ്രഹ്മകർമ്മ സമാരഭേ. കുറച്ച് അക്ഷിന്ത, അതായത് അരിമണികൾ, എണ്ണയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ചത് എടുത്ത് നിങ്ങളുടെ പുറകിലേക്ക് എറിയുക. അതിനുശേഷം വലത് കൈകൊണ്ട് മൂക്കു പിടിച്ച് പ്രാണായാമം ചെയ്യുക. പ്രാണായാമം. ഓം ഭൂഹു, ഓം ഭുവഃ, ഓം സുവഃ, ഓം മഹ, ഓം ജനഃ, ഓം തമഃ, ഓം സത്യം, ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ആവോ ജ്യോതിരസോമൃതം ബ്രഹ്മ ഭൂർഭുവസ്വരം. മമ ഉപാദ ദുരിതക്ഷയ ദ്വാരാ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശുഭേ ശോഭന മുഹൂർത്തെ ശ്രീ മഹാവിഷ്ണു രാജ്ഞേയ പ്രവർത്തെ മാനസ്യ ആദ്യ ബ്രഹ്മണഃ ദ്വിതീയ പരാർത്തെ ശ്വേത വരാഹ കൽപേ വൈവസ്വത മന്വന്തരെ കലിയുഗേ പ്രഥമ പാദേ ജംബൂദ്വീപേ ഭരതവർഷേ ഭരതഖണ്ഡേ മെയ്രോ ദക്ഷിണ ദിഗ്ഭാഗേ. ശ്രീശൈലസ്യ ഏറ്റവും അടുത്തുള്ള നദികളുടെ പേരുകൾ പറയുക. പ്രദേശേ കൃഷ്ണ ഗോദാവരി മധ്യഭാഗേ സ്വശോഭനഗൃഹേ സമസ്ത ദേവത ബ്രഹ്മണ ഹരിഹര സന്നിധൗ അസ്മിൻ വർത്തമാന വ്യവഹാരിക ചന്ദ്രമാനേന സ്വസ്തിശ്രീ പ്രഭാവതി നാമ സംവത്സര മധ്യേ. അന്നത്തെ തീയതി, ദിവസം, മാസം, വർഷം. സംവത്സരെ അയനേ ഋതൗ മാസേ പക്ഷൈ തിഥൗ വാസരേ ശുഭ നക്ഷത്രേ ശുഭയോഗേ ശുഭകരണ ഇവങ്കുന വിശേഷണ വിശിഷ്ടായാം ശുഭ തിഥൗ. ശ്രീമാൻ, നിങ്ങളുടെ പേര് പറയുക. ഗോത്രഃ, ജാതി പറയുക. നാമധേയഃ ധർമ്മപത്നി സമേതസ്യ അസ്മാകം സഹ കുടുംബാനാം ക്ഷേമ സ്ഥൈര്യ ധൈര്യ വിജയ ആയുർ ആരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ ഫല സിദ്ധ്യർത്ഥം മമോപാദ ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശ്രീലക്ഷ്മി പത്മാവതി സമേതേ ശ്രീ വെങ്കടേശ്വര
ദേവതമുദ്ദിശ്യ ശ്രീ വെങ്കടേശ്വര കൃത കൽപ്പ കരിഷ്യ ദ്രവ്യഹി സംഭവദ്ഭിഃ പദാർത്ഥേ സംഭവത നിയമേന യാവച്ഛക്തി ജ്ഞാന വാഹനാദി ഷോഡശോപചാര പൂജ്യം കരിഷ്യേ. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ തൊടുക. തടങ്ക കലശാരാധനം കരിഷ്യേ. സ്വാമിയുടെ വലതുവശത്ത് കലശം വെക്കുക. അതിന് അടുത്തായി ഒരു സ്റ്റീൽ തട്ടിനുള്ളിൽ ചെറിയ 3 കുഴിയുള്ള പാത്രങ്ങളിൽ ചന്ദനം, കുങ്കുമം, അക്ഷിന്ത എന്നിവ വയ്ക്കുക. ഈ പൂജാപാത്രത്തിനുള്ളിൽ ഒരു പൂ വെച്ചിട്ട് താഴെ വിവരിക്കുന്ന ശ്ലോകം ചൊല്ലുക. ശ്ലോകം: കലശമുഖേ വിഷ്ണുഃ കാന്തേ രുദ്രഃ സമാശ്രിതഃ മൂലേ തത്ര സ്ഥിതോ ബ്രഹ്മ മധ്യേ മാതൃഗണാഃ ശ്രിതാഃ കുക്ഷൗദ സാഗര സർവേ സപ്തദ്വീപ വസുന്ധര ഋഗ്വേദേ യജുർവേദ സാമവേദോഹ്യദർവന അങ്കിശ്ച സഹിത സർവേ കലശാംബു സമാശ്രിതഃ കലശേ ഗന്ധപുഷ്പാക്ഷതാൻ നിക്ഷിപ്യ ഹസ്തേനാചാദ്യ ആപോ വാ ഇദം സർവം വിശ്വഭൂതാന്യാപഃ പ്രാണവ ആപഃ പശവ ആപോന മാപോമൃത മാപ സാമ്ര ധൂപോ വിരാദാപ സ്വരാദാപശ്ചന്ദാം ശ്യാപോ ജ്യോതിം യജും ശ്യാപ സത്യമാപ സർവാ ദേവത അബോഭൂർഭുവസ്വ രാപ. ഓം. ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അതിൽ ഒരു തുളസിയില ഇടുക. ശ്ലോകം: ഗംഗേ ച യമുനേ കൃഷ്ണേ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേര്യോ ജലസ്മിൻ സന്നിധിം കുരു കാവേരേ തുംഗഭദ്രേ ച കൃഷ്ണവേണീ ച ഗൗതമേ ഭാഗീരഥീ ച വിഖ്യാത പഞ്ചഗംഗ പ്രകീർത്തിത. കലശോദകേന ദേവമാത്മാനം പൂജ ദ്രവ്യാണി ച സംപ്രോക്ഷ്യ. മുകളിൽ പറഞ്ഞ ഗ്ലാസ്സിലെ വെള്ളത്തിനുള്ളിൽ ഒരു പൂവ് മുക്കുക. അതിനുശേഷം ഭഗവാന്റെ ചിത്രത്തിലും പൂജാപാത്രത്തിലും നിങ്ങളുടെ സ്വയവും ആ വെള്ളം തളിക്കുക. ശ്രീ ഗണപതി പ്രാർത്ഥന. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ആദൗ നിർവിഘ്നേന വ്രത പരിസമാപ്തം ഗണപതി പൂജം കരിഷ്യേ. അത ഗണപതി പൂജ. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. ശ്രീ മഹാഗണാധിപതയേ നമഃ. ധ്യായാമി ധ്യാനം സമർപ്പയാമി. ആവാഹയാമി രത്നസിംഹാസനം സമർപ്പയാമി. പാദ്യോപാദ്യം സമർപ്പയാമി. ഹസ്തയോർഘ്യം സമർപ്പയാമി. മുഖേ ആചമനീയം സമർപ്പയാമി. ആപോഹിഷ്ടമയോ ഭുവസ്തന ഊർജ്വേ ധാതന മഹേരനായ ചക്ഷസേ യോ വക്ഷിവദ മുരസസ്തസ്യ ഭാജയ തേഹനഃ ഉഷ തീരിന മാതര തസ്മാ ആരം ഗമാമവോ യസ്യ ക്ഷയായ ജിൻവദ അപോ ജനയഥ ജനഃ. ശ്രീ മഹാഗണാധിപതയേ നമഃ. ശുദ്ധോദക സ്നാനം സമർപ്പയാമി. സ്നാനാന്തരം ശുദ്ധ ആചമനീയം സമർപ്പയാമി. അഭിവസ്ത്രാശു വസനാന്യർ ശാഭിധേനോസു ദുഃഖ്യ അഭിചന്ദ്ര ഭർത്തമേനോ ഹിരണ്യാഭ്യാശ്വൻ രതിനോ ദേവസോമ. ശ്രീമഹാഗണാധിപതയേ നമഃ. വസ്ത്രയുഗ്മം സമർപ്പയാമി. യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേ രത് സഹജം പുരസ്താത് ആയുഷ്യമഗ്രം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജഃ. ശ്രീ മഹാഗണാധിപതയേ നമഃ. യജ്ഞോപവീതം സമർപ്പയാമി. ഗന്ധദ്വാരാ ദുരാദർശാം നിത്യപുഷ്ടാം കരീഷിണിം
ഈശ്വരീകം സർവഭൂതാനാം മിഹോപഹ്വയേ ശ്രിയാം ശ്രീ മഹാഗണാധിപതയെ നമഃ. ദിവ്യശ്രീ ചന്ദനം സമർപ്പയാമി. അയനൈതൈ നാരായണേ ദുർവാരോഹന്തു പുഷ്പിണീഃ. ഹൃദാശ്ച പുണ്ഡരീകാനി സമുദ്രസ്യ ഗൃഹ ഇമേ. ശ്രീ മഹാഗണാധിപതയെ നമഃ. ദുർവാദി നാനാവിധ പുഷ്പാണി സമർപ്പയാമി. അത ശ്രീ ഷോഡശനാമപൂജ. ഓം സുമുഖായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം കപിലായ നമഃ. ഓം ഗജകർണികായ നമഃ. ഓം ലംബോധരായ നമഃ. ഓം വികടായ നമഃ. ഓം വിഘ്നരാജായ നമഃ. ഓം ഗജാധിപതയേ നമഃ. ഓം ധൂമകേതവേ നമഃ. ഓം ഗണാധ്യക്ഷായ നമഃ. ഓം ബാലചന്ദ്രായ നമഃ. ഓം ഗജാനനായ നമഃ. ഓം വക്രതുണ്ടായ നമഃ. ഓം ശൂർപകർണായ നമഃ. ഓം ഹൈരംബായ നമഃ. ഓം സ്കന്ദപൂർവജായ നമഃ. ഓം സർവസിദ്ധിപ്രദായകായ നമഃ. ഓം ശ്രീ മഹാഗണാധിപതയേ നമഃ. നാനാവിധ പരിമള പുഷ്പാണി സമർപ്പയാമി. വനസ്പതിയുർഭവ്യർദിവി നാനാഗന്ധിഷു സംയുതം ആഗ്രേയ സർവദൈവാനാം ധൂപോയം പ്രതിഗൃഹ്യതാം. ശ്രീ മഹാഗണാധിപതയേ നമഃ. ധൂപമാഗ്രപയാമി. സാജ്യം ത്രിവർത്തി സംയുക്തം മന്നിന യോജിതം പ്രിയം. ഗൃഹാണ മംഗളം ദീപം ത്രൈലോക്യ തിമിരാവഹം. ഭക്ത്യാ ദീപം പ്രയച്ഛാമി ദേവായ പരാത്മനെ. ത്രാഹി മാം നരകാദ്ഘോര ദിവ്യജ്യോതി ഋണമോസ്തുതേ. ശ്രീ മഹാഗണാധിപതയേ നമഃ. ദീപം സമർപ്പയാമി. ധൂപ ദീപാനന്തരം ആചമനീയം സമർപ്പയാമി. നൈവേദ്യം. ഒരു ചെറിയ തട്ടത്തിൽ ഒരു ചെറിയ കഷണം ശർക്കര വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സത്യം ത്വർത്ഥേന പരിഷിഞ്ചാമി. രാത്രിയിൽ ചൊല്ലുകയാണെങ്കിൽ ഋതം ത്വ സത്യേന പരിഷിഞ്ചാമി എന്ന് ചൊല്ലുക. ശ്രീ മഹാഗണാധിപതയേ നമഃ. ഗുഡോപഹാര നൈവേദ്യം സമർപ്പയാമി. അമൃതമസ്തു അമൃതോപസ്തര നമസ്സി. ഓം പ്രാണായ സ്വാഹ. ഓം അപാനായ സ്വാഹ. ഓം വ്യാനായ സ്വാഹ. ഓം ഉദനായ സ്വാഹ. ഓം സമാനായ സ്വാഹ. മധ്യേ മധ്യേ പാനീയം സമർപ്പയാമി. അമൃതാഭിധാനാമസി ഉത്തരാപോഷണം സമർപ്പയാമി. ഹസ്തൗ പ്രക്ഷാളയാമി. ശുദ്ധ ആചമനീയം സമർപ്പയാമി. പൂഗീഫലൈ സകർപ്പൂരി ഋണാക വല്ലി ദല്യർയുധം മുക്താപൂർണ സമായുക്തം താംബൂലം പ്രതിഗൃഹ്യതാം. താംബൂലം സമർപ്പയാമി. ഒരു വെറ്റിലയിൽ ഏതെങ്കിലും ഒരു പഴം സമർപ്പിക്കുക ഭഗവാന്. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവിണാമുപമസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനന ശ്രൂന്യ നൂതിഭി സീതസാദനം. ശ്രീ മഹാഗണാധിപതയേ നമഃ. സുവർണമന്ത്ര പുഷ്പം സമർപ്പയാമി. പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ഗണാധിപ. യത് പൂജിതം മയാ ദേവ പരിപൂർണം തദാസ്തുതേ. യജ്ഞേന യജ്ഞമയജന്ത ദേവാസ്ഥാനി ധർമാനി പ്രഥമ ന്യാസം ദഹനാഗം മഹിമാനസ ചന്ദേ യത്ര പൂർവേ സാധ്യ ശാന്തി ദേവാഹ. പുനരാചനം. അനയാ ധ്യാന വാഹനാദി ഷോഡശോപചാര പൂജയാ ച ഭഗവാൻ സർവാത്മകഃ. ശ്രീ ഗണാധിപതി സുപ്രീതോ വരദോ ഭൂത്വാ ഉത്തരേ കർമ്മണ്യ വിഘ്നമസ്ത വിധി ഭവന്തോ ഭ്രുവന്തു. ഉത്തരേ കർമ്മണ്യ വിഘ്നമസ്തു. ഗണാധിപതി പ്രസാദം ശിരസാ ഗൃഹണാമി. സഹസ്ര പരമാദേവി ശതമൂല ശതാങ്കുന സർവകം ഹരതു മേ പാപം ദുർവാദു സ്വപ്നനാശനേ.
ഗണപതി യഥാസ്ഥാനമുദ്വാസയാമി. പ്രാണപ്രതിഷ്ഠ. ഓം അസുനീതേ പുനരസ്മാസു ചക്ഷുഃ പുനഃ പ്രാണമിഹനോ ദേഹി ഭോഗം യോഗ് പശ്യേമ. സൂര്യമുച്ചരന്ത മനുമതേ മൃതയാന സ്വസ്തി. അമൃതവിപ്രാണ അമൃതമാപഹ പ്രാണാനേവ യഥാസ്ഥാനമുപഹ്വയതേ. ഭഗവാന്റെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ തൊടുക. ശ്രീ വെങ്കടേശ്വര ആവാഹയാമി, സ്ഥാപയാമി, പൂജയാമി. സ്ഥിരോഭവ വരദോഭവ സുപ്രസന്നോഭവ സ്ഥിരസ്ഥാനം കുരു. ധ്യാനം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിന്യേ നമഃ. ധ്യായാമി, ധ്യാനം സമർപ്പയാമി. ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ഒരു പൂവോ തുളസിയിലയോ സമർപ്പിക്കുക. ആവാഹനം. ആവാഹയാമി ദേവേശസിദ്ധ ഗന്ധർവസേവിത യദ്രഹ ശ്യാമിതം പുണ്യം സർവപാപ ഹരോഹരഃ. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിന്യേ നമഃ. ആവാഹയാമി. ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ഒരു പൂവോ തുളസിയിലയോ സമർപ്പിക്കുക. ആസനം. ദൈവ ജഗന്നാഥ പ്രണതക്ലേശനാശന രത്നസിംഹാസനം ദിവ്യം ഗൃഹാണ മധുസൂദന. ശ്രീലക്ഷ്മി പത്മാവതി സമേതസ്യ ശ്രീ വെങ്കടേശ്വര സ്വാമിന്യേ നമഃ. രത്നസിംഹാസനം സമർപ്പയാമി. ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ഒരു പൂവോ തുളസിയിലയോ സമർപ്പിക്കുക. വാഞ്ചിതം കുരുമേ ദേവ ദുഷ്കൃതം ച വിനാശായ. പാദ്യം ഗൃഹാണ ഭഗവാൻ മാതുരുത് സംഘസംസ്ഥിത. ശ്രീലക്ഷ്മി പത്മാവതി സമേതസ്യ ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. പാദയോപാദ്യം സമർപ്പയാമി. ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക. അർഘ്യം. കുരുഷ്വമേ ദയാം ദൈവ സംസാരാർത്ഥി ഭയാവഹ. തദിക്ഷീര ഫലോപഹിതം ഗൃഹാനാർഘ്യം നമോസ്തുതേ. ശ്രീലക്ഷ്മി പത്മാവതി സമേതസ്യ ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. അസ്തർഘ്യം സമർപ്പയാമി. ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക. ആചമനം. നമസത്യായ ശുദ്ധായ നിത്യായ ജ്ഞാനരൂപിണ്യേ ഗൃഹാനാചമനം ദൈവ സർവലോകൈകനായക. ശ്രീലക്ഷ്മി പത്മാവതി സമേതസ്യ ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. മുഖേ ആചമനീയം സമർപ്പയാമി. ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക. പഞ്ചാമൃത സ്നാനം. പഞ്ചാമൃതം മയാനീതം പയോദധികൃതം മധു ശർക്കരാസഹിതം ജൈവ ദേവത്വം പ്രതിഗൃഹ്യതാം. ശ്രീലക്ഷ്മീ പത്മാവതി സമേതസ്യ ശ്രീ വെങ്കടേശ്വര സ്വാമിന്യേ നമഃ. പഞ്ചാമൃത സ്നാനം സമർപ്പയാമി. ഭഗവാന് പഞ്ചാമൃതം സമർപ്പിക്കുക. പഞ്ചാമൃതം പാല്, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര. സ്നാനം. സുവർണ പാത്രോദകം ഗംഗ യമന സമന്വിതം ശുദ്ധോദകം ഗൃഹാനേഷ സ്നാനം കുരു യഥാവിധി. ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിന്യേ നമഃ. ശുദ്ധോദക സ്നാനം സമർപ്പയാമി. ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക. വസ്ത്രം. തപ്തകാഞ്ചന സങ്കാശം പീതാംബരമിതം ഹരേ. സുഗൃഹാന ജഗന്നാഥ ശ്രീനിവാസ നമോസ്തുതേ. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. വസ്ത്രയുഗ്മം സമർപ്പയാമി. യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപത്യർ യത്സഹജം പുരസ്താത്. ആയുഷ്യമഗ്രം പ്രതി കുഞ്ചശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജഃ. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. യജ്ഞോപവീതം സമർപ്പയാമി. ഗന്ധം. ചന്ദനാഗര കസ്തൂരി ഘനസാര സമന്വിതം ഗന്ധം ഗൃഹാന ഗോവിന്ദ നാനാഗന്ധശ്ച ധാരയ. ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. ദിവ്യ പരിമള ഗന്ധാൻ സമർപ്പയാമി.
ഭഗവാന് കുറച്ച് ചന്ദനം ചാർത്തുക. അക്ഷതാൻ ഗോവിന്ദ പരമാനന്ദ ഹരിദ്ര സഹിതക്ഷതാൻ വിശ്വേശ്വര വിശാലാക്ഷ ഗൃഹാന പരമേശ്വര ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. അക്ഷതാൻ സമർപ്പയാമി. ഭഗവാന്റെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ കുറച്ച് അക്ഷിന്ത വിതറുക. അക്ഷിന്ത അരിയും മഞ്ഞൾപ്പൊടിയും എണ്ണയും കൂടി മിക്സ് ചെയ്തത്. പുഷ്പം സുഗന്ധീനി സുപുഷ്പാനി ജാജീകുണ്ഠ മുഖനിജ മാലതി വകുലാദേവി പൂജാർത്ഥം പ്രതിഗൃഹ്യതാം ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. പുഷ്പം സമർപ്പയാമി. ഭഗവാന് പൂക്കൾ സമർപ്പിക്കുക. അതാംഗ പൂജ ഓരോ വരി ചൊല്ലുമ്പോഴും തുളസി കലശത്തിന്മേൽ സമർപ്പിക്കുക. ഓം ശ്രീ വെങ്കടേശ്വരായ നമഃ. പാദൗ പൂജയാമി. ഓം ശ്രീ വെങ്കടജലധീശായ നമഃ. ഗുൽഭൗ പൂജയാമി. ഓം ശ്രീ പ്രദായകായ നമഃ. ജാനൂനി പൂജയാമി. ഓം പത്മാവതി പദയേ നമഃ. ജംഘേ പൂജയാമി. ഓം ജ്ഞാനപ്രദായ നമഃ. ഊരു പൂജയാമി. ഓം ശ്രീനിവാസായ നമഃ. കഠിം പൂജയാമി. ഓം മഹാഭാഗായ നമഃ. നാഭിം പൂജയാമി. ഓം നിർമ്മലായ നമഃ. ഉദരം പൂജയാമി. ഓം വിശാലഹൃദയായ നമഃ. ഹൃദയം പൂജയാമി. ഓം പരിശുദ്ധാത്മനേ നമഃ. സ്ഥാനൗ പൂജയാമി. ഓം പുരുഷോത്തമായ നമഃ. ഭുജൗ പൂജയാമി. ഓം സ്വർണഹസ്തായ നമഃ. ഹസ്തൗ പൂജയാമി. ഓം വരപ്രദായ നമഃ. ഖണ്ഡം പൂജയാമി. ഓം ലോകനാഥായ നമഃ. സ്കന്ദൗ പൂജയാമി. ഓം സർവേശ്വരായ നമഃ. മുഖം പൂജയാമി. ഓം രസഘ്നായ നമഃ. നാസികാം പൂജയാമി. ഓം പുണ്യശ്രവണ കീർത്തനായ നമഃ. ശ്രോത്രൈ പൂജയാമി. ഓം ഭുല്ലാംബുജ വിലോചനായ നമഃ. നേത്രേ പൂജയാമി. ഓം വർച്ചസ്വിന്യേ നമഃ. ലലാടം പൂജയാമി. ഓം രമ്യ വിഗ്രഹായ നമഃ. സർവാണ്യംഗാനി പൂജയാമി. ഓം ശ്രീലക്ഷ്മി പത്മാവതി സമേതേ ശ്രീ വെങ്കടേശ്വര പരമാത്മനേ നമഃ. ദിവ്യ സുന്ദര വിഗ്രഹം പൂജയാമി. ശ്രീ വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലി. ഓം വെങ്കടേശായ നമഃ. ഓം ശ്രീനിവാസായ നമഃ. ഓം ലക്ഷ്മീപതയേ നമഃ. ഓം അനമായായ നമഃ. ഓം അമൃതാശായ നമഃ. ഓം ജഗദ്വന്ദ്വായ നമഃ. ഓം ഗോവിന്ദായ നമഃ. ഓം ശാശ്വതായ നമഃ. ഓം പ്രഭവേ നമഃ. ഓം ശേഷാദ്രി നിലയായ നമഃ. ഓം ദേവായ നമഃ. ഓം കേശവായ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം അമൃതായ നമഃ. ഓം മാധവായ നമഃ. ഓം കൃഷ്ണായ നമഃ. ഓം ശ്രീഹരയേ നമഃ. ഓം ജ്ഞാനപഞ്ചരായ നമഃ. ഓം ശ്രീവത്സ വക്ഷസേ നമഃ. ഓം സർവേശായ നമഃ. ഓം ഗോപാലായ നമഃ. ഓം പുരുഷോത്തമായ നമഃ. ഓം ഗോപീശ്വരായ നമഃ. ഓം പരം ജ്യോതിഷേ നമഃ. ഓം വൈകുണ്ഠപതയേ നമഃ. ഓം അവ്യയായ നമഃ. ഓം ശുദ്ധനരവേ നമഃ. ഓം യാദവേന്ദ്രായ നമഃ. ഓം നിത്യയൗവനരൂപവതേ നമഃ. ഓം ചതുർവേദാത്മകായ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം അച്യുതായ നമഃ. ഓം പത്മിനി പ്രിയായ നമഃ. ഓം ധരാപതയേ നമഃ. ഓം സുരപതയേ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം ദേവപൂജിതായ നമഃ. ഓം ചതുർഭുജായ നമഃ. ഓം ചക്രധരായ നമഃ. ഓം ത്രിധാമ്നേ നമഃ. ഓം ത്രിഗുണശ്രയായ നമഃ. ഓം നിർവികൽപായ നമഃ. ഓം നിഷ്കളങ്കായ നമഃ. ഓം നിരാത്മകായ നമഃ. ഓം നിരഞ്ജനായ നമഃ. ഓം നിരഭാസായ നമഃ. ഓം നിത്യതൃപ്തായ നമഃ. ഓം നിർഗുണായ നമഃ. ഓം നിരുപദ്രായ നമഃ. ഓം ഗദാധരായ നമഃ. ഓം ശാർഗപാണയേ നമഃ. ഓം നന്ദാകിനേ നമഃ. ഓം ശംഖധാരകായ നമഃ. ഓം അനേകമൂർത്തയേ നമഃ. ഓം അവ്യക്തായ നമഃ. ഓം കടിഹസ്തായ നമഃ. ഓം വരപ്രദായ നമഃ. ഓം അനേകാത്മനേ നമഃ. ഓം ദീനബന്ധവേ നമഃ. ഓം ആർത്തലോകഭയപ്രദായ നമഃ. ഓം ആകാശരാജ വരദായ നമഃ.
ഓം യോഗിഹൃത് പത്മ മണ്ഡരായ നമഃ. ഓം ദാമോദരായ നമഃ. ഓം ജഗൽപലായ നമഃ. ഓം പാപഘ്നായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം ശിംശുമാരായ നമഃ. ഓം ജഡമകുട ശോഭിതായ നമഃ. ഓം ശംഖ മദ്യോല സന്മൻ ജോ കിങ്കിന്യാദ്യ കരണ്ടകായ നമഃ. ഓം നീലമേഘ ശ്യാമ തനവേ നമഃ. ഓം ബിൽവ പത്രാർച്ചന പ്രിയായ നമഃ. ഓം ജഗൽ വ്യാപിന്യേ നമഃ. ഓം ജഗൽകർത്തേ നമഃ. ഓം ജഗൽ സാക്ഷിണേ നമഃ. ഓം ജഗത്പദായ നമഃ. ഓം ചിന്തിതാർത്ഥ പ്രദായകായ നമഃ. ഓം ജിഷ്ണവേ നമഃ. ഓം ദാശർവായ നമഃ. ഓം ദശരൂപവദേ നമഃ. ഓം ദേവകീ നന്ദനായ നമഃ. ഓം ശൗരയേ നമഃ. ഓം ഹയഗ്രീവായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം കന്യാശ്രവണ താരേജ്യായ നമഃ. ഓം പീതാംബരധരായ നമഃ. ഓം അനഘായ നമഃ. ഓം വനമാലിനേ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം മൃഗയസക്ത മാനസായ നമഃ. ഓം അശ്വരൂഢായ നമഃ. ഓം ഖഡ്ഗധാരിണേ നമഃ. ഓം ധനാർജന സമത്സുകായ നമഃ. ഓം ഗണശാരള സന്മത്യ കസ്തൂരി തിലകോജ്വലായ നമഃ. ഓം സച്ചിദാനന്ദരൂപായ നമഃ. ഓം ജഗന്മംഗളദായകായ നമഃ. ഓം യജ്ഞരൂപായ നമഃ. ഓം യജ്ഞഭോക്ത്രേ നമഃ. ഓം ചിന്മയായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം പരമാർത്ഥപ്രദായ നമഃ. ഓം ശാന്തായ നമഃ. ഓം ശ്രീമതേ നമഃ. ഓം ദോർദണ്ഡവിക്രമായ നമഃ. ഓം പരാത്പരായ നമഃ. ഓം പരബ്രഹ്മണ്യേ നമഃ. ഓം ശ്രീ വിഭവേ നമഃ. ഓം ജഗദീശ്വരായ നമഃ. ഇതി ശ്രീ വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലിഃ. ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി. ഓം പ്രകൃതിയേ നമഃ. ഓം വികൃതിയേ നമഃ. ഓം വിദ്യായേ നമഃ. ഓം സർവഭൂതഹിതപ്രദായേ നമഃ. ഓം ശ്രദ്ധായേ നമഃ. ഓം വിഭൂതിയേ നമഃ. ഓം സുരഭ്യേ നമഃ. ഓം പരാത്മികായേ നമഃ. ഓം വാജേ നമഃ. ഓം പത്മാലയായേ നമഃ. ഓം പത്മായേ നമഃ. ഓം ശുചായേ നമഃ. ഓം സ്വാഹായേ നമഃ. ഓം സ്വാധായേ നമഃ. ഓം ശുദ്ധായേ നമഃ. ഓം ധന്യായേ നമഃ. ഓം ഹിരൺമയേ നമഃ. ഓം ലക്ഷ്മിയേ നമഃ. ഓം നിത്യപുഷ്ടായേ നമഃ. ഓം വിഭവർയേ നമഃ. ഓം അധീത്യേ നമഃ. ഓം ധീത്യേ നമഃ. ഓം ദീപ്തായേ നമഃ. ഓം വസുധായേ നമഃ. ഓം വസുധാരിണ്യേ നമഃ. ഓം കമലായേ നമഃ. ഓം കാന്തായേ നമഃ. ഓം കാമാക്ഷേ നമഃ. ഓം കമല സംഭവായേ നമഃ. ഓം അനുഗ്രഹപ്രദായേ നമഃ. ഓം ബുദ്ധായേ നമഃ. ഓം അനഘായേ നമഃ. ഓം ഹരിവല്ലഭായേ നമഃ. ഓം അശോകായ നമഃ. ഓം അമൃതായേ നമഃ. ഓം ദീപായേ നമഃ. ഓം ലോകശോക വിനാശിന്യേ നമഃ. ഓം ധർമ്മനിലയായേ നമഃ. ഓം കരുണായേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം പത്മപ്രിയായേ നമഃ. ഓം പത്മഹസ്തായേ നമഃ. ഓം പത്മാക്ഷേ നമഃ. ഓം പത്മസുന്ദര്യേ നമഃ. ഓം പത്മോദ്ഭവായേ നമഃ. ഓം പത്മമുഖ്യേ നമഃ. ഓം പത്മനാഭപ്രിയായേ നമഃ. ഓം രമായേ നമഃ. ഓം പത്മമാലാധരായേ നമഃ. ഓം ദേവ്യേ നമഃ. ഓം പത്മിന്യേ നമഃ. ഓം പത്മഗന്ധിന്യേ നമഃ. ഓം പുണ്യഗന്ധായേ നമഃ. ഓം സുപ്രസന്നായ നമഃ. ഓം പ്രസാദാഭിമുഖായ നമഃ. ഓം പ്രഭായേ നമഃ. ഓം ചന്ദ്രവദനായ നമഃ. ഓം ചന്ദ്രായേ നമഃ. ഓം ചന്ദ്രസഹോദര്യ നമഃ. ഓം ചതുർഭുജായ നമഃ. ഓം ചന്ദ്രരൂപായ നമഃ. ഓം ഇന്ദ്രായ നമഃ. ഓം ഇന്ദുശീതളായ നമഃ. ഓം ആഹ്ലാദജന്വായ നമഃ. ഓം പുഷ്ടേ നമഃ. ഓം ശിവായ നമഃ. ഓം ശിവകാര്യേ നമഃ. ഓം സത്യായ നമഃ. ഓം വിമലായ നമഃ. ഓം വിശ്വജനന്യേ നമഃ. ഓം ധൂഷ്ട്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം പ്രീതിപുഷ്കരണ്യേ നമഃ. ഓം ശരദയേ നമഃ. ഓം ശുക്ലമാല്യാംബരായേ നമഃ.
ഓം ഭാസ്കര്യ നമഃ. ഓം ബിൽവ നിലയായ നമഃ. ഓം വരരോഹായ നമഃ. ഓം യശസ്വിന്യേ നമഃ. ഓം വസുന്ധരായ നമഃ. ഓം ഉദ്ധാരംഗായ നമഃ. ഓം ഹരിണ്യേ നമഃ. ഓം ഹേമമാലിന്യേ നമഃ. ഓം ധനധന്യകര്യേ നമഃ. ഓം സിദ്ധായ നമഃ. ഓം സ്ത്രൈണ സൗമ്യായ നമഃ. ഓം ശിവപ്രദായ നമഃ. ഓം ദ്രവവേമ ഗതനന്ദയേ നമഃ. ഓം വരലക്ഷ്മിയേ നമഃ. ഓം വസുപ്രദായ നമഃ. ഓം ശുഭായ നമഃ. ഓം ഹിരണ്യപ്രാകാരായ നമഃ. ഓം സമുദ്രധനായ നമഃ. ഓം ജയായ നമഃ. ഓം മംഗളായ നമഃ. ഓം വിഷ്ണു വക്ഷസ്ഥല സ്ഥിതായ നമഃ. ഓം വിഷ്ണു പത്തിന്യേ നമഃ. ഓം പ്രസന്നാക്ഷ്യ നമഃ. ഓം നാരായണ സമാശ്രിതായ നമഃ. ഓം ദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ദേവലക്ഷ്മി നമഃ. ഓം സർവപദ്രവ നിവാരിണ്യേ നമഃ. ഓം നവദുർഗായ നമഃ. ഓം മഹാകാളേ നമഃ. ഓം ബ്രഹ്മവിഷ്ണു ശിവാത്മികായ നമഃ. ഓം ത്രികാലജ്ഞാന സമ്പന്നായ നമഃ. ഓം ഭുവനേശ്വര്യേ നമഃ. ഓം മഹാലക്ഷ്മി അഷ്ടോത്തരശത നമഃ. ഇതി ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തരശതനാമാവലിഃ. ശ്രീ പത്മാവതി അഷ്ടോത്തരശതനാമാവലിഃ. ഓം പത്മാവത്യേ നമഃ. ഓം ദേവ്യേ നമഃ. ഓം പത്മോദ്ഭവായ നമഃ. ഓം കരുണപ്രദായിന്യേ നമഃ. ഓം സഹൃദായ നമഃ. ഓം തേജസ്വരൂപിണ്യേ നമഃ. ഓം കമലമുഖ്യേ നമഃ. ഓം പത്മധരായ നമഃ. ഓം ശ്രീയേ നമഃ. ഓം പത്മനേത്രേ നമഃ. ഓം കോടിസൂര്യ സമപ്രഭായ നമഃ. ഓം പത്മകരായ നമഃ. ഓം സുഗുണായ നമഃ. ഓം കുങ്കുമപ്രിയായ നമഃ. ഓം ഹേമവർണായ നമഃ. ഓം ചന്ദ്രവന്ദിതേ നമഃ. ഓം ധഗധഗ പ്രകാശ ശരീരധാരിണ്യ നമഃ. ഓം വിഷ്ണു പ്രിയായ നമഃ. ഓം നിത്യകല്യാണ്യേ നമഃ. ഓം കോടിസൂര്യ പ്രകാശിന്യേ നമഃ. ഓം മഹാസൗന്ദര്യരൂപിണ്യേ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം ബ്രഹ്മാണ്ഡവാസിന്യേ നമഃ. ഓം സർവാഞ്ച ഫലദായിന്യേ നമഃ. ഓം ധർമ്മസങ്കൽപ്പായ നമഃ. ഓം ദാക്ഷിണ്യകടാക്ഷിണ്യേ നമഃ. ഓം ഭക്തിപ്രദാന്യേ നമഃ. ഓം ഗുണത്രയ വിവർജിതായ നമഃ. ഓം കലശോദശ സംയുതായ നമഃ. ഓം സർവലോകാനാഞ്ജനന്യേ നമഃ. ഓം ദയാമൃതായ നമഃ. ഓം പ്രജ്ഞായ നമഃ. ഓം മഹധർമായ നമഃ. ഓം ധർമ്മരൂപിണ്യേ നമഃ. ഓം അലങ്കാരപ്രിയായ നമഃ. ഓം സർവദാരിദ്ര്യധ്വംസിന്യേ നമഃ. ഓം ശ്രീ വെങ്കടേശ വക്ഷസ്ഥലസ്ഥിതായ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം വൈഷ്ണവ്യേ നമഃ. ഓം തിരുചാനൂരുപുരവാസിന്യേ നമഃ. ഓം പൂജഫലദായിന്യേ നമഃ. ഓം കമലാസന്നാദി സർവദേവതായ നമഃ. ഓം സർവലോകമാത്രേ നമഃ. ഓം വൈദവദ്യവിശരദായ നമഃ. ഓം വിഷ്ണുപാദസേവിതായ നമഃ. ഓം രത്നപ്രകാശ കിരീടധാരിണ്യേ നമഃ. ഓം ജഗന്മോഹിന്യേ നമഃ. ഓം ശക്തിസ്വരൂപിണ്യേ നമഃ. ഓം പ്രസന്നോദയായ നമഃ. ഓം ഇന്ദ്രാദിദേവത യക്ഷ കിനീരകിം പുരുഷ പൂജദായ നമഃ. ഓം സർവലോകനിവാസിന്യേ നമഃ. ഓം ഭുജയായ നമഃ. ഓം ഈശ്വര്യപ്രദായിന്യേ നമഃ. ഓം അഭയദായിന്യേ നമഃ. ഓം വൈകുണ്ഠവാസിന്യേ നമഃ. ഓം ശാന്തായ നമഃ. ഓം ഉന്നതസ്ഥാനസ്ഥിതായ നമഃ. ഓം മന്ദാരകാമിന്യേ നമഃ. ഓം കമലാകരായ നമഃ. ഓം വേദാന്തജ്ഞാനരൂപിണ്യേ നമഃ. ഓം മുക്തിദായിന്യേ നമഃ. ഓം ദ്രാക്ഷാഫലപായസപ്രിയായ നമഃ. ഓം നൃത്യഗീതപ്രിയായ നമഃ. ഓം ക്ഷീരസാഗരോത്ഭവായ നമഃ. ഓം ആകാശരാജപുത്രികായ നമഃ. ഓം സുവർണഹസ്തധാരിണ്യേ നമഃ. ഓം കാമരൂപിണ്യേ നമഃ. ഓം കരുണകടാക്ഷധാരിണ്യേ നമഃ. ഓം അമൃതസുജായ നമഃ. ഓം ഭൂലോകസ്വർഗസുഖദായിന്യേ നമഃ. ഓം അഷ്ടദിക്പാലകാധിപത്യേ നമഃ. ഓം മന്മഥദർപ്പസംഹാരിണ്യേ നമഃ. ഓം കമലാർത്തഭാഗായ നമഃ. ഓം സ്വൽപപരത മഹാപരാധ ക്ഷമായ നമഃ.
ഓം ഷഡ്കോടി തീർത്ഥ വാസിതായ നമഃ. ഓം നാരദാദി മുനിശ്രേഷ്ഠ പൂജിതായ നമഃ. ഓം ആദിശങ്കര പൂജിതായ നമഃ. ഓം പ്രീതിദായിന്യേ നമഃ. ഓം സൗഭാഗ്യപ്രദായിന്യേ നമഃ. ഓം മഹാകീർത്തിപ്രദായിന്യേ നമഃ. ഓം കൃഷ്ണാദിപ്രിയായ നമഃ. ഓം ഗന്ധർവശാപ വിമോചകായ നമഃ. ഓം കൃഷ്ണപത്തിന്യേ നമഃ. ഓം ത്രിലോകപൂജിതായ നമഃ. ഓം ജഗന്മോഹിന്യേ നമഃ. ഓം സുലഭായ നമഃ. ഓം സുശീലായ നമഃ. ഓം അഞ്ജനാസുതാനുഗ്രഹപ്രദായിന്യേ നമഃ. ഓം ഭക്തത്മനിവാസിന്യേ നമഃ. ഓം സന്ധ്യവന്ദിന്യേ നമഃ. ഓം സർവസമ്പത്തിരൂപിണ്യേ നമഃ. ഓം അഭിമതദായിന്യേ നമഃ. ഓം ലളിതവദോത്യേ നമഃ. ഓം സമസ്തശാസ്ത്രവിശരദായ നമഃ. ഓം സുവർണാഭരണധാരിണ്യേ നമഃ. ഓം ഇഹ പരലോകസുഖപ്രദായിന്യേ നമഃ. ഓം കരവീരനിവാസിന്യേ നമഃ. ഓം നാഗലോകമനിസഹ ആകാശസിന്ധു കമലേശ്വര പൂരിതര ധഗമനായ നമഃ. ഓം ശ്രീ ശ്രീനിവാസപ്രിയായ നമഃ. ഓം ചന്ദ്രമണ്ഡലസുതായ നമഃ. ഓം അലവേലുമങ്കായ നമഃ. ഓം ദിവ്യമംഗളധാരിണ്യേ നമഃ. ഓം സുകല്യാനപീതസ്ഥിതായ നമഃ. ഓം കാമകവണപുഷ്പപ്രിയായ നമഃ. ഓം കോടിമന്മഥരൂപിണ്യേ നമഃ. ഓം ഭാനുമധുരരൂപിണ്യേ നമഃ. ഓം പത്മപാദായ നമഃ. ഓം രമായ നമഃ. ഓം സർവലോകസബന്ധരധാരിണ്യേ നമഃ. ഓം സർവമാനസവാസിന്യേ നമഃ. ഓം സർവായ നമഃ. ഓം വിശ്വരൂപായ നമഃ. ഓം ദിവ്യജ്ഞാനായ നമഃ. ഓം സമംഗളരൂപിണ്യേ നമഃ. ഓം സർവാനുഗ്രഹപ്രദായിന്യേ നമഃ. ഓം ഓംകാരസ്വരൂപിണ്യേ നമഃ. ഓം ബ്രഹ്മജ്ഞാനസംഭൂതായ നമഃ. ഓം ശ്രീ പത്മാവത്യേ നമഃ. ഓം സന്ധ്യോവേദവത്യേ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. ശ്രീ പത്മാവതി അഷ്ടോത്തര ശതനാമാവലിഃ. ധൂപം. ദശാംഗം ഗുഗ്ഗുലോപൈതം ഗോഘൃതൈന സമന്വിതം ധൂപം ഗൃഹാന ദേവേശ സർവലോക നമസ്കാര. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. ധൂപമാഗ്രാപയാമി. കൈയുടെ ആംഗ്യം കൊണ്ട് ചന്ദനത്തിരി ഭഗവാന് സമർപ്പിക്കുക. ദീപം. ത്രിലോകേശ മഹാദേവ സർവജ്ഞാനപ്രദയക ദീപം ദാസ്യാമി ദേവേശ രക്ഷമാം ഭക്തവത്സല. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി നമഃ. ദീപം ദർശയാമി. കൈയുടെ ആംഗ്യം കൊണ്ട് ദീപം ഭഗവാന് സമർപ്പിക്കുക. നൈവേദ്യം. സർവ ഭക്ഷിശ്ച ഭോജ്യശ്ച രസിഷദ്ഭി സമന്വിതം നൈവേദ്യന്തു മയാനീതം ഗൃഹാന പുരുഷോത്തമ. ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി നമഃ. നൈവേദ്യം സമർപ്പയാമി. താഴെ വിവരിക്കുന്ന രീതിയിൽ ഭഗവാനു നൈവേദ്യം സമർപ്പിക്കുക. നേന്ത്രപ്പഴം സമർപ്പിക്കുകയാണെങ്കിൽ കദളീഫലം എന്നും, തേങ്ങയാണെങ്കിൽ നാളികേരഫലം നിവേദയാമി എന്നും, ശർക്കരയാണെങ്കിൽ ഗുഡോപഹാര നൈവേദ്യം സമർപ്പയാമി എന്നും പറയുക. ഓം പ്രാണായ സ്വാഹ. ഓം അപാനായ സ്വാഹ. ഓം വ്യാനായ സ്വാഹ. ഓം ഉദനായ സ്വാഹ. ഓം സമാനായ സ്വാഹ. ഓം പരബ്രഹ്മണേ സ്വാഹ. ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടിലേക്ക് ഒഴിക്കുക. ഓം ഭൂർഭുവസ്വഹ തത്സവിധൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓമാപോ ജ്യോതിരാപോമൃതം ബ്രഹ്മ ഭൂർഭുവസ്വരം മധ്യേ മധ്യേ പാനീയം സമർപ്പയാമി. ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടിലേക്ക് ഒഴിക്കുക. അമൃതാവിദാനാമസി ഉത്തരാപോഷണം സമർപ്പയാമി. ഹസ്തൗ പ്രക്ഷാളയാമി. പാദൗ പ്രക്ഷാളയാമി. പുനരാജമനീയം സമർപ്പയാമി. താംബൂലം. പൂഗീഫലൈ സകർപ്പൂരി ഋണാകവല്ലി ദല്യർയുധം മുക്താചൂർണ സമായുക്തം താംബൂലം പ്രതിഗൃഹ്യതാം. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. താംബൂലം സമർപ്പയാമി. ഒരു വെറ്റിലയിൽ ഏതെങ്കിലും ഫലം ഭഗവാന് സമർപ്പിക്കുക. നീരാഞ്ജനം. ശ്രീയാഹ കാന്തായ കല്യാണ നിധയേ നിധയേർത്ഥിനാം ശ്രീവെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. നീരാഞ്ജനം ദർശയാമി. താഴെ പറയുന്ന മന്ത്രം ചൊല്ലി ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക. പുനരാചമനം സമർപ്പയാമി. മന്ത്രപുഷ്പം.
ഓം സഹസ്രശീർഷം ദേവം വിശ്വാക്ഷം വിശ്വശംഭുവം വിശ്വം നാരായണദേവം അക്ഷരം പരമം പദം വിശ്വതഃ പരമാനിത്യം വിശ്വം നാരായണം ഹരിം വിശ്വമേ വൈദം പുരുഷസ്ത ദ്വിശ്വമുപജീവതി പതിം വിശ്വാസ്വാത് മേശ്വരം ശാശ്വതം ശിവം അച്യുതം നാരായണം മഹാജ്ഞേയം വിശ്വാത്മനം പാരായണം നാരായണ പരോ ജ്യോതിരാത്മ നാരായണഃ പരഃ നാരായണ പരം ബ്രഹ്മത്വം നാരായണഃ പരഃ നാരായണ പരോധ്യാന ജ്ഞാനം നാരായണഃ പരഃ യച്ഛ കിഞ്ചി ജഗൽ സർവം ദൃശ്യത്തെ ശ്രിയതേപി വാ അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണഃ സ്ഥിതഃ അനന്തമവ്യം കവിം സമുദ്രേന്ദം വിശ്വശംഭുവം പത്മകോശ പ്രതീകാശം ഹൃദയം ജാവ്യദോമുഖം അധോ നിഷ്ട്യ വിതസ്താന്തേ നാഭ്യമുപരി തിഷ്ഠഹി ജ്വാലാമാലാകുലം ഭാതി വിശ്വസ്യായതനം മഹത് ശാന്തദം ശിലാഭിസ്തു ലംബത്യാഘോഷ സന്നിഭം തസ്യാന്തേ സുഷിരം സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം തസ്യ മധ്യേ മഹാഗ്നി രിവിശ്വാർച്ചി രിവിശ്വദോ മുഖഃ സോഗ്രഭുഗ് വിഭജൻ തിഷ്ഠനാഹാര മജരഃ കവിഃ ത്രിയ ഗൃധ്വ മദസ്സായി രശ്മയസ്തസ്യ ശന്തദാ ശാന്താപയന്തി സ്വം ദേഹമാപാദതലമസ്തകഃ തസ്യ മധ്യേ മഗ്നിശിഖ അനിയോർധവ വ്യവസ്ഥിതഃ നീലദോയത മധ്യസ്ഥ ദ്വിദ്വില്ലേ ഇഖൈവ ഭാസ്വര നിവാര സുഖവതൻവി പീതപ സ്വത്യ നിപമ തസ്യ ശിഖായാ മധ്യേ പരമാത്മാ വ്യവസ്ഥിതഃ സ ബ്രഹ്മസ്സ ശിവ ശശിശേന്ദ്ര സോക്ഷരഃ പരമസ്വരാത് ഓം തത് ബ്രഹ്മ ഓം തത് വായുഃ ഓം തദാത്മാ ഓം തത് സത്യം ഓം തത് സർവം ഓം തത് പുരോർനമഃ അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം വിശ്വമൂർത്തിഷു ത്വം യജ്ഞസ്ത്വം വഷട്കാരാസ്ത്വമിന്ദ്രസ്ത്വം രുദ്രസ്ത്വം വിഷ്ണുസ്ത്വം ബ്രഹ്മത്വം പ്രജാപതിഃ ത്വം തദാപ ആപോ ജ്യോതിര സോമൃതം ബ്രഹ്മ ഭൂർഭുവസ്വരം യഥാ പുനഃസങ്കരധാംഗകൽപക ധ്വജാര പിന്ദാങ്കുശ പ്രജലലാശ്ചിത ഹേ ശ്രീനിവാസ ത്വരണാംബുജ ത്വയം മദീയ മൂർധാനമലജ ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസഃ പ്രചോദയാത്. ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിന് നമഃ. ദിവ്യമന്ത്രപുഷ്പം സമർപ്പയാമി. പ്രദക്ഷിണ നമസ്കാരം. ശ്ലോകം. യാനി കാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ. പാപോഹം പാപകർമാഹം പാപാത്മ പാപസംഭവഃ. ത്രാഹി മാം കൃപമയാ ദേവ ശരണാഗതവത്സല. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി നമഃ. ആത്മപ്രദക്ഷിണ നമസ്കാരം സമർപ്പയാമി. ഈ മന്ത്രം ചൊല്ലിക്കണ്ട് 3 തവണ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പ്രദക്ഷിണം എന്നാൽ എഴുന്നേറ്റ് നിന്ന് 3 പ്രാവശ്യം തിരിയുക. വിവിധോപചാര പൂജ. ഛത്ര ധാരയാമി, ചാമരം വീജയാമി, നൃത്യം ദർശയാമി, ഗീതം ശ്രാവയാമി, വാദ്യം ഘോഷയാമി, ആന്തോലികൻ ആരോഹയാമി, അശ്വാനാരോഹയാമി, ഗജാനാരോഹയാമി. സമസ്ത രാജോപചാര, ശക്തിോപചാര, യന്ത്രോപചാര, ദേവോപചാര, സർവോപചാര പൂജ്യം സമർപ്പയാമി. വ്രതം കഥകൾ. കഥ 1. ശ്രീ ഭഗവാൻ ഉവാച. ഈ കലിയുഗത്തിലെ ഒരു വിശേഷ നാളിൽ ഭഗവാൻ ശ്രീമാൻ നാരായണൻ ശ്രീ വെങ്കടേശ്വര ഭഗവാന്റെ രൂപത്തിൽ തിരുമലയിലെ വിശ്വപതി എന്ന ഒരു ഭക്തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. തിരുമല എന്നാൽ ശ്രീമാൻ നാരായണൻ വസിക്കുന്ന വൈകുണ്ഠമായാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് താഴെ വിവരിക്കുന്നത് പോലെ പറയുകയുണ്ടായി. കൂടാതെ ഈ വ്രതത്തിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാനും കൂടി ഉപദേശിച്ചു.
ഹേ എൻ്റെ പ്രിയപ്പെട്ട ഭക്ത വിശ്വപതി, ഞാൻ ഒരു വിശേഷപ്പെട്ട വ്രതത്തിനെക്കുറിച്ച് നിന്നോട് പറയാം. ഈ വ്രതം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമാണ്. ഈ കലിയുഗത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തിയുടെ ഫലമാണ് ആളുകൾ അനുഭവിക്കുന്നത്. എങ്കിലും വീണ്ടും ഇവർ തെറ്റുകൾ തന്നെ ചെയ്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും വീണ്ടും അനുഭവിക്കുന്നു. ചില ഭക്തർ അവരുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒഴിഞ്ഞു മാറാനായി എന്നോട് പ്രാർത്ഥിക്കുന്നു. അവർ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് തിരുമല തിരുപ്പതിയിൽ എത്തിച്ചേരുമ്പോൾ എൻ്റെ ദർശനം ലഭിക്കുന്നു. എൻ്റെ ഭക്തരെ എല്ലാവരെയും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. വളരെ താഴ്മയായ ജീവിതം നയിക്കുന്നവരും എന്നിൽ സ്വയം സമർപ്പിക്കുന്നവരുമായ എല്ലാ ഭക്തരുടെയും മുഴുവൻ ചുമതലയും ഞാൻ ഏറ്റെടുക്കും. ശ്രീ വെങ്കടേശ്വര വ്രതം എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന ഈ വ്രതത്തിനെക്കുറിച്ചാണ് ഞാൻ നിന്നോട് വിവരിക്കാൻ പോകുന്നത്. എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ വ്രതം. ഭക്തിയോടെ ഈ വ്രതം ചെയ്യുന്ന എല്ലാ ഭക്തർക്കും അവരുടെ എല്ലാ വിഷമതകളും ഉടനടി മാറുന്നതായി അനുഭവപ്പെടും. അവരവരുടെ സൗകര്യം അനുസരിച്ചും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ഏത് സമയത്തും ഈ വ്രതം ചെയ്യാം. ഈ വ്രതത്തിൻ്റെ ഫലം കൂടുതലായി അനുഭവപ്പെടുന്നത് മാർഗശീര, മാഘ, പഞ്ചമി, പൗർണമി, സപ്തമി, ഏകാദശി എന്നീ ദിവസങ്ങളിലും ശ്രാവണ അല്ലെങ്കിൽ ചോതി നാളുകളിലും ചെയ്യുമ്പോഴാണ്. ഈ കലിയുഗത്തിലെ എൻ്റെ എല്ലാ ഭക്തരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ മുഴുവനായും മനസ്സിലാക്കുന്നു. ഈ വ്രതം ചെയ്യുന്നതിലൂടെ എല്ലാ ഭക്തരും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടും. അതുപോലെ മനസമാധാനം ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഒഴിഞ്ഞു മാറും. കുടുംബങ്ങളിലെ എല്ലാ വിശേഷാവസരങ്ങളിലും ഈ വ്രതം ചെയ്യാവുന്നതാണ്. ഈ വ്രതം ചെയ്യുന്നത് വഴി എല്ലാ ഭക്തർക്കും അവരുടെ ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതായി അറിയാൻ സാധിക്കും. ഈ വ്രതം രാവിലെയോ വൈകുന്നേരമോ ചെയ്യാം. ഈ വ്രതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 5 കഥകളും വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വായിക്കുക. ഇത് വീടുകളിലും ഭഗവാന്റെ ക്ഷേത്രങ്ങളിലും ശുദ്ധിയുള്ള സ്ഥലങ്ങളിലും പുണ്യ നദീതീരങ്ങളിലും ചെയ്യാവുന്നതാണ്. കഴിയുന്നതും എല്ലാ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുക. ഈ വ്രതത്തിൽ പങ്കുചേരുകയും വ്രതം കേൾക്കുകയും പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാ ഭക്തർക്കും ഐശ്വര്യങ്ങളും ലഭിക്കും. ഭൂതകാലത്തിൽ പല ശ്രേഷ്ഠ മുനിമാരും ഈ വ്രതം ചെയ്ത് എൻ്റെ അനുഗ്രഹം മുഴുവനായി ലഭിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ഭക്തർക്കും ഈ വ്രതം സന്തോഷം പ്രദാനം ചെയ്യും. ഈ വ്രതം ചെയ്യുന്നത് വഴി എൻ്റെ എല്ലാ ഭക്തർക്കും വളരെ പ്രയോജനം ലഭിക്കും. ഈ വ്രതം വളരെ എളുപ്പം ചെയ്യാം. ഈ കലിയുഗത്തിൽ എൻ്റെ ഭക്തർ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വലിയ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും വഴി ലഭിക്കുന്ന നല്ല ഫലങ്ങൾ വളരെ പതുക്കെ മാത്രമേ സാധ്യമാകൂ. എന്നാൽ ഈ വ്രതം ചെയ്യുന്നത് വഴി നല്ല ഫലങ്ങൾ വളരെ എളുപ്പം സാധ്യമാകും. ആദ്യം വളരെ പവിത്രവും ശുദ്ധവുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ ഒരു മണ്ഡപമുണ്ടാക്കി എൻ്റെ ഒരു ചിത്രം അതിനുള്ളിൽ വയ്ക്കുക. എൻ്റെ ഭാര്യമാരായ ഭൂദേവിയോടും ശ്രീദേവിയോടും ചേർന്നുള്ള വിഗ്രഹങ്ങളോ ചിത്രമോ ആണെങ്കിൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു ദൈവങ്ങളുടെയും ചിത്രങ്ങൾ സ്ഥാപിക്കാം. ആദ്യം അഷ്ടദിക്പാലകന്മാരെ നമസ്കരിക്കുക. അതിനുശേഷം ആദ്യം വിനായക പൂജ ചെയ്യുക. പിന്നീട് ഭക്തിയോടെ 5 കഥകളും വായിക്കുക. ഈ വ്രതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 5 കഥകളിൽ ആദ്യത്തെ കഥയാണിത്. ശേഷമുള്ള 4 കഥകളും വിവരിച്ചിട്ടുള്ളത് മഹാമുനിമാരായ വിശ്വാമിത്രൻ, വസിഷ്ഠൻ, ഭരദ്വാജൻ, അത്രി എന്നിവരാണ്. ഓരോ കഥ വായിച്ചു കഴിയുമ്പോഴും ഭഗവാന്റെ തിരുനാമം ഗോവിന്ദ 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 എന്ന 3 പ്രാവശ്യം പ്രാർത്ഥനയായി ചൊല്ലുക. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇനി മേൽ പറഞ്ഞതുപോലെ സമയക്കുറവോ മറ്റ് ബുദ്ധിമുട്ടുകൾ മൂലമോ ഈ വ്രതം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആർക്കും തനിച്ചിരുന്ന് വേണമെങ്കിൽ വ്രതം ചെയ്യാം. ആദ്യം എൻ്റെ ചിത്രത്തിൻ്റെ മുൻപിലിരുന്ന് മനസ്സിൽ വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക. പിന്നീട് അഷ്ടദിക്പാലകരെയും നവഗ്രഹങ്ങളെയും മനസ്സിൽ നമസ്കരിക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് തുളസിയില, നാളികേരങ്ങൾ, പൂക്കൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ നിരത്തുക. അതിനുശേഷം എന്നെ നമസ്കരിച്ച് വ്രതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കഥകളും വായിക്കുക. അവസാനം നൈവേദ്യമായി ഈ പൂക്കളും നാളികേരങ്ങളും പഴവർഗ്ഗങ്ങളും എനിക്ക് സമർപ്പിക്കുക. ഈ പ്രസാദം നൈവേദ്യമായി എനിക്ക് സമർപ്പിച്ചത് കഴിക്കുക വഴി എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകും. ഭക്തിയോടും ആത്മാർത്ഥയോടും കൂടി ഈ വ്രതം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ച് പ്രസാദം സ്വീകരിക്കും. എല്ലാവരിലും ഞാൻ എൻ്റെ അനുഗ്രഹം ചൊരിയും. തിരുമല തിരുപ്പതിയിലെ തിമ്മരാജ വിശ്വപതി രാമകൃഷ്ണമൂർത്തി അഥവാ വിശ്വപതി എന്ന നാമധേയമുള്ള ഒരു ഭക്തന് ഭഗവാൻ നേരിട്ട് നൽകിയതാണ് ഈ വ്രതം ചെയ്യേണ്ട രീതി.
നമ്മളെല്ലാവരും ഈ വ്രതം ചെയ്ത് വെങ്കടേശ്വര ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കുക. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീയാഹ കാന്തായ കല്യാണനിധയേ നിധയേർത്ഥിനാം ശ്രീവെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം. ആദ്യ കഥയുടെ സമാപ്തം. കഥ 2. ശ്രീ വിശ്വാമിത്ര ഉവാച. മുനിശ്രേഷ്ഠനായ ശ്രീ വിശ്വാമിത്രൻ അനുഗ്രഹിച്ചു പറഞ്ഞ കഥയാണ് താഴെ വിവരിക്കുന്നത്. ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന മഹാജനങ്ങളെ, ശ്രീനിവാസ ഭഗവാന്റെ ഭക്തന്മാരെ, നിങ്ങൾ ചെയ്യുന്ന ഈ വെങ്കടേശ്വര വ്രതം വളരെ പുണ്യമുള്ളതാകുന്നു. ഇത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ്. ഭഗവാൻ ശ്രീമാൻ നാരായണൻ്റെ കരുണാകടാക്ഷം ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഈ വ്രതം ചെയ്യുക എന്നതാണ്. കഴിഞ്ഞ കാലത്തിൽ ഭഗവാന്റെ ഭക്തന്മാർ ഈ വ്രതം അനുഷ്ഠിച്ചതിലൂടെയാണ് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചിരുന്നത്. ആദ്യമായി ഈ വ്രതം മനുഷ്യരാശിക്കും മറ്റു ദൈവങ്ങൾക്കുമായി അനുഗ്രഹിച്ചു പറഞ്ഞു തന്ന ഭഗവാൻ ശ്രീ വെങ്കടേശ്വരൻ നമസ്കരിക്കണം. വർഷങ്ങൾക്ക് മുൻപ് മഗധ രാജ്യത്തിൽ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ഒരു പ്രിയ ഭക്തൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണുചിത്തൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് 9 പെൺമക്കൾ ഉണ്ടായിരുന്നു. വിദ്യാസമ്പന്നനായിരുന്നെങ്കിലും അദ്ദേഹം ദാരിദ്ര്യ ദുഃഖത്താൽ വിഷമിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ താരാമതി ശ്രീമാൻ നാരായണൻ്റെ തൃപ്പാദത്തിങ്കൽ എല്ലാം സമർപ്പിച്ച് വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചിരുന്നു. മറ്റു വീടുകളിലെ വിശേഷാവസരങ്ങളിൽ പൂജ ചെയ്യുന്നത് വഴി ലഭിച്ചിരുന്ന വളരെ തുച്ഛമായ വരുമാനത്തിലാണ് ഈ ദമ്പതികൾ ജീവിച്ചിരുന്നത്. താരാമതി തൻ്റെ മകളുടെ വിവാഹത്തെ ചൊല്ലി വളരെ വ്യാകുലപ്പെട്ടിരുന്നു. ഇതിനായി അവർ എന്നും ഭഗവാൻ ശ്രീനിവാസനോട് പ്രാർത്ഥിച്ചിരുന്നു. ഹേ ശ്രീനിവാസ ഭക്തന്മാരെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ, ഭഗവാൻ വെങ്കടേശ്വരൻ എല്ലാം അടിയറ വെച്ച് ഭക്തിയോടെ ജീവിക്കുന്നവരെ അദ്ദേഹം അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത്. അന്ന് മാഘപൗർണമി ആയിരുന്നു. അതിരാവിലെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വിഷ്ണുചിത്തൻ്റെ വീട്ടുപടിക്കൽ മുട്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ വങ്കദേശത്തിൽ നിന്ന് വരികയാണ്. ഞാനൊരു യാഗം ചെയ്യാൻ പോകുന്ന വഴിയാണ്. ഈ രാത്രിയിൽ ഇവിടെ തങ്ങാൻ ദയവായി എന്നെ അനുവദിക്കണം. നാളെ രാവിലെ ഞാൻ യാഗസ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളാം. ഇത് കേട്ടപ്പോൾ വിഷ്ണുചിത്തൻ വിനയാനിതനായി ഇങ്ങനെ മറുപടി പറഞ്ഞു: സ്വാമി, ഇത് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. മഹത് വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിഥികൾ ഭഗവാൻ ശ്രീമാൻ നാരായണ തുല്യരാണെന്നുള്ളത്. അതിനാൽ അങ്ങ് സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ ഇവിടെ താമസിച്ചാലും. ഇതും പറഞ്ഞ് വിഷ്ണുചിത്തൻ ആ വൃദ്ധ ബ്രാഹ്മണനെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. അന്ന് ഉച്ചയൂണിന് ശേഷം ആ വൃദ്ധ ബ്രാഹ്മണൻ താരാമതിയോട് ചോദിച്ചു: അമ്മേ, എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണമെന്താണ്? എന്താണെങ്കിലും എന്നോട് മടികൂടാതെ പറയൂ. സ്വാമി, അങ്ങേക്ക് ചുറ്റുമുള്ള പ്രഭാവലയം ശ്രീ വെങ്കടേശ്വര സ്വാമിയെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നും തന്നെയില്ല. എൻ്റെ മകളുടെ വിവാഹത്തെ ചൊല്ലിയാണ് എൻ്റെ വിഷമം മുഴുവനും. ഇത് കേട്ട് ഒരു ചെറു മന്ദഹാസത്തോടെ ആ വൃദ്ധബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, ഞാൻ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അകറ്റി മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി വളരെ മനോഹരമായ ഒരു വ്രതത്തെപ്പറ്റി നിങ്ങളോട് ഞാൻ പറയാം. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണവും സമ്പന്നവും ഭാഗ്യം നിറഞ്ഞതും ആയിത്തീരും. ഈ വ്രതം അനുഷ്ഠിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം ഉടൻ തന്നെ വിഷ്ണുചിത്തനോട് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. കേട്ടയുടൻ വിഷ്ണുചിത്തൻ ഈ വ്രതം ചെയ്യാമെന്ന് സമ്മതിച്ചു. വിഷ്ണുചിത്തൻ സന്തോഷത്തോടെ ആ ബ്രാഹ്മണനോട് തൻ്റെ നന്ദി അറിയിച്ചു. ഈ വ്രതത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു. വിഷ്ണുചിത്തൻ ഈ പുണ്യകർമ്മം ഒട്ടും വൈകാതെ ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് മാഘപൗർണമി ആയതിനാൽ അന്ന് തന്നെ ഈ വെങ്കടേശ്വര വ്രതം അനുഷ്ഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം ആ ദമ്പതികൾ തങ്ങളുടെ മക്കളുടെ ഈ വ്രതം അനുഷ്ഠിച്ചു. അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ച് നിറഞ്ഞ ഭക്തിയോടെ അവർ വ്രതം ചെയ്തു. വ്രതത്തിന് ശേഷം പ്രസാദം സ്വീകരിച്ച് അതിഥികളെല്ലാം അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി. വിഷ്ണുചിത്തനും ഭാര്യയും വൃദ്ധ ബ്രാഹ്മണൻ്റെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിൻ്റെ കാലുകൾ തൊട്ടു വണങ്ങി. പ്രസാദം സ്വീകരിച്ചതിന് ശേഷം ആ ദമ്പതികളെ അനുഗ്രഹിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും. നിങ്ങളിൽ ശ്രീ ലക്ഷ്മി ശ്രീനിവാസൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകുന്നതായിരിക്കും. രാത്രിയായി, എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയവുമായി. അപ്പോൾ നിറകണ്ണുകളോടെ വിഷ്ണുചിത്തൻ പഴകി കീറിയ പുതപ്പുമായി ആ ബ്രാഹ്മണനെ സമീപിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്.
ഈ കീറിയ പുതപ്പല്ലാതെ അങ്ങേക്ക് തരുവാൻ മറ്റൊന്നും തന്നെ ഞങ്ങൾക്കില്ല. ദയവായി ഞങ്ങളോട് ക്ഷമിച്ച് ഇത് സ്വീകരിച്ചാലും. ബ്രാഹ്മണൻ പുഞ്ചിരിയോടെ ആ പുതപ്പ് സ്വീകരിച്ച് ഒട്ടും വിഷമിക്കേണ്ടതില്ലെന്ന് വിഷ്ണുചിത്തനോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പുതപ്പുമായി വരാന്തയിലേക്ക് ഉറങ്ങാൻ പോയി. അർദ്ധരാത്രിയോടെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ പെയ്തു തുടങ്ങി. ബ്രാഹ്മണനെ ഓർത്ത് വിഷ്ണുചിത്തൻ വ്യാകുലനായി. സൂര്യോദയത്തിനായി അദ്ദേഹം കാത്തിരുന്നു. രാത്രി മുഴുവൻ ആ കുടുംബാംഗങ്ങൾ ബ്രാഹ്മണനെ ഓർത്ത് വിഷമിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ മഴ തോർന്നു. ബ്രാഹ്മണനെ നോക്കുവാനായി അവർ എല്ലാവരും പുറത്തു വന്നപ്പോൾ കണ്ടത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ബ്രാഹ്മണനെ അവിടെ കണ്ടില്ല. പക്ഷേ കീറിയ പുതപ്പിന് പകരം ഒരു പീതാംബരപ്പട്ട് കാണാൻ കഴിഞ്ഞു. ആ പട്ടിൽ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് അപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അവരുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അതിഥിയായി അവരുടെ മുന്നിൽ വന്നത് ഭഗവാൻ ശ്രീമാൻ നാരായണൻ തന്നെ ആയിരുന്നു. ഹോ, എന്തൊരു ഭാഗ്യം! നമ്മുടെ മുൻജന്മ സുഹൃത ഫലമാണിത്. പക്ഷേ നമ്മൾക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ. ഭഗവാനെ കീറിയ പുതപ്പ് കൊടുത്തതിൽ അവർ വളരെയധികം വിഷമിച്ചു. അവർ വെങ്കടേശ വിഗ്രഹം പ്രാർത്ഥനയോടെ കൈകളിലെടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവരുടെ ഗൃഹം സ്വർണ്ണമയമായി. അവർക്ക് വീട് മുഴുവനും ധനവും സ്വർണവും കാണുവാൻ കഴിഞ്ഞു. അവർ അത്ഭുത പരവശരായി ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. ശ്രീ വെങ്കടേശ്വരവ്രതം അനുഷ്ഠിച്ചതിനാലാണ് ഈ ഭാഗ്യം കൈവന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അതിഥിയുടെ രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് ആ ഭക്തൻ്റെ വീട്ടിൽ ചെന്നത്. ഭഗവാൻ സ്വയം അവർക്ക് വ്രതത്തെക്കുറിച്ച് പറയുക കൂടാതെ പ്രസാദം സ്വീകരിക്കുകയും ചെയ്തു. ഭഗവാൻ കരുണക്കടലാണ്. ഭക്തിയോടും വിശ്വാസത്തോടെയും ഈ വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ഗൃഹങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. അതിനാൽ എല്ലാവരും ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുക. ശ്രീ ലക്ഷ്മി ശ്രീനിവാസ കടാക്ഷ സിദ്ധിരസ്തു. നിങ്ങൾക്ക് ഭഗവാൻ ശ്രീ ലക്ഷ്മി ശ്രീനിവാസൻ്റെ അനുഗ്രഹ കടാക്ഷം ലഭിക്കും. ഇങ്ങനെയാണ് മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ ഈ കഥ വിവരിച്ചത്. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീയാഹ കാന്തായ കല്യാണ നിധയേ നിധയേർത്ഥിനാം ശ്രീവെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം. കഥ 2 സമാപ്തം. കഥ 3. ശ്രീ വസിഷ്ഠ ഉവാച. ഭഗവാൻ ശ്രീമാൻ നാരായണൻ്റെ അനുഗ്രഹത്താൽ മുനിശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷി പറഞ്ഞതാണ് ഈ കഥ. കലിയുഗത്തിലെ ജനങ്ങളെ, ശ്രീനിവാസ ഭക്തന്മാരെ, വൈകുണ്ഠനാഥനായ ഭഗവാൻ ശ്രീമാൻ നാരായണൻ തന്നെയാണ് തിരുമല തിരുപ്പതിയിൽ കുടികൊള്ളുന്ന ഭഗവാൻ ശ്രീ വെങ്കടേശ്വരൻ. തൻ്റെ ഭക്തരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റുവാനാണ് ഭഗവാൻ തിരുമലയിൽ അവതരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പ്രീതി സമ്പാദിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത്. ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാവിധ ഐശ്വര്യവും ലഭിക്കും. വർഷങ്ങൾക്ക് മുമ്പ് അവന്തി മഹാരാജ്യത്തിൽ ഭാഗ്യനഗരം എന്നൊരു നഗരമുണ്ടായിരുന്നു. പേരുപോലെ തന്നെ ഈ നഗരത്തിലെ എല്ലാ ആളുകളും സമ്പന്നരായിരുന്നു. എല്ലാവരും അവരുടെ ഈ സമ്പന്നതയിൽ അഹങ്കാരം കൊണ്ടിരുന്നു. സാധുക്കളോട് അവർ അവജ്ഞയോടെയാണ് പെരുമാറിയിരുന്നത്. ഈ സമ്പത്തെല്ലാം അവരുടെ മാഹാത്മ്യം കൊണ്ടാണെന്ന് വിചാരിച്ച് ഭഗവാനെ പൂജിക്കുന്നത് നിർത്തി. വിശേഷാവസരങ്ങളിൽ കൂടി അവർ ക്ഷേത്രങ്ങളിൽ പോകാതെയായി. ശ്രീമാൻ നാരായണൻ അവരുടെ കണ്ണുകൾ തുറപ്പിച്ച് അവരെ നേർവഴിക്ക് നയിക്കാൻ തീരുമാനിച്ചു. ഇതുവഴി അവർക്ക് ദിവ്യജ്ഞാനവും ലഭിച്ചു. നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഒരു ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രമുണ്ടായിരുന്നു. അന്ന് വിശേഷപ്പെട്ട ഏകാദശി. മാസത്തിലെ 11-ാം ദിവസം നാളായിട്ട് കൂടി ആരും തന്നെ ക്ഷേത്രത്തിൽ വിളക്കുകൾ കത്തിച്ചില്ല. കാരണം എല്ലാ സമ്പന്നരായ ആളുകളും അവരുടെ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹങ്ങളെ അലങ്കരിക്കുവാനോ പൂജ ചെയ്യാനോ ആരും മെനക്കെട്ടില്ല. അവരെ ഒരു പാഠം പഠിപ്പിക്കുവാനായി ഭഗവാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അപ്രതീക്ഷിതമായി ഇടിയോടുകൂടി മഴ തകർത്തു പെയ്തു തുടങ്ങി. ആകാശം മേഘാവൃതമായി. നഗരം മുഴുവൻ ഇരുട്ടിലുമായി. രാത്രി മുഴുവൻ പെരുമഴയായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് ആ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും വീടുകളെല്ലാം തകർന്നു പോകുകയും ചെയ്തു. എല്ലാ സമ്പന്നരുടെയും വീടുകൾ നശിക്കുകയും സമ്പത്തെല്ലാം ഒലിച്ചു പോകുകയും ചെയ്തു. ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഈ നഷ്ടങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നവർക്ക് മനസ്സിലായില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കണ്ടു. നഗരാതിർത്തിയിലെ കുറച്ച് കുടിലുകൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. കനത്ത കാറ്റും മഴയും ഈ കുടിലുകളെ തീരെ ബാധിച്ചിരുന്നില്ല. അവർ തികച്ചും സുരക്ഷിതനായിരുന്നു. സമ്പന്നരായ ആളുകൾ ഇത് കണ്ട് അന്ധാളിച്ചു നിന്നു. ആ നിമിഷം ആകാശത്ത് ഒരു വലിയ മിന്നൽ പിണറുണ്ടായി. കൂടാതെ ഒരു അശരീരിയുമുണ്ടായി. വിഡ്ഢികളായ മനുഷ്യരെ, നിങ്ങളുടെ മഹത്വം കൊണ്ടാണ് ഈ സമ്പത്തെല്ലാം ഉണ്ടായതെന്നോർത്ത് അഹങ്കരിച്ചതിനാലാണ് ഈ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായത്. ആ കുടിലുകളിൽ ഒന്നിൽ താമസിക്കുന്ന ദേവയ്യ എൻ്റെ പ്രിയ ഭക്തനാണ്. അയാൾ പാവപ്പെട്ടവനും സാധാരണക്കാരനുമാണ്. എന്നാലും അയാൾ ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിളക്കുകൾ കത്തിക്കുമായിരുന്നു. കൂടാതെ എല്ലാ ഏകാദശി നാളിലും വെങ്കടേശ വ്രതവും അനുഷ്ഠിച്ചു പോന്നിരുന്നു. അതിനാലാണ് ദേവയ്യ ഉൾപ്പെടെ ആ കുടിലുകളിൽ താമസിച്ചിരുന്ന എല്ലാ ആളുകളുടെയും ജീവൻ സംരക്ഷിക്കപ്പെട്ടത്. നിങ്ങളെല്ലാവരും ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട എല്ലാ സമ്പത്തും തിരികെ ലഭിക്കും. ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാ ആളുകളും ഉടനടി വ്രതത്തിനാവശ്യമുള്ള സാധനങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചു. വ്രതം കഴിഞ്ഞയുടൻ നഷ്ടപ്പെട്ടു പോയ അവരുടെ വീടുകൾ വീണ്ടും യഥാസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ എല്ലാ സമ്പന്നരും ഏകാദശി നാളുകളിൽ ശ്രീ വെങ്കടേശ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതം മുഴുവൻ സന്തോഷപ്രദവും ഐശ്വര്യപൂർണവുമായി തീർന്നു. അവസാനം മുക്തിയും ലഭിച്ചു. ഇങ്ങനെയാണ് മുനിശ്രേഷ്ഠനായ വസിഷ്ഠൻ കഥ വിവരിച്ചിരിക്കുന്നത്. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീയാഹ കാന്തായ കല്യാണ നിധയേ നിധയേർത്ഥിനാം ശ്രീവെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം. കഥ 3 സമാപ്തം. കഥ 4. ശ്രീ ഭരദ്വാജ ഉവാച. ശ്രീ വെങ്കടേശ്വര വ്രതത്തിലെ 4ാം കഥ മഹാമുനി ശ്രീ ഭരദ്വാജാണ് വിവരിച്ചിരിക്കുന്നത്. ഹേ കലിയുഗത്തിലെ ജനങ്ങളെ, ഭഗവാൻ ശ്രീമാൻ നാരായണൻ്റെ പ്രിയ ഭക്തന്മാരെ, നിങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന ഈ വെങ്കടേശ വ്രതം അത്ഭുതം ഉളവാക്കുന്നതാണ്. ഇത് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള ഏക മാർഗം. ഭഗവാനെ പ്രീതിപ്പെടുത്താനും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനുമുള്ള ഏറ്റവും എളുപ്പമാർഗമാണിത്. ഭഗവാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ കലിയുഗത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാനായി തിരുമലയിൽ അവതരിച്ചിരിക്കുന്നത്. മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമേ നമുക്ക് തിരുമലയിൽ പോകുവാനും ഭഗവാനെ ദർശിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇതുപോലെ മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമേ ശ്രീ വെങ്കടേശ്വര വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വ്രതം അനുഷ്ഠിക്കുന്നവരും ഇതിൽ പങ്കുകൊള്ളുന്നവരും പ്രസാദം സ്വീകരിക്കുന്നവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കും. ഇവർ വളരെ ഭാഗ്യമുള്ളവരുമാണ്. പുരാതന കാലത്ത് നഗരി എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ധനഗുപ്ത എന്ന പേരുള്ള ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. അയാൾ ഒരു പിശുക്കനായിരുന്നു. ധാരാളം ധനം സമ്പാദിച്ചിരുന്നെങ്കിലും അയാളുടെ പിശുക്കിന് ഒരു കുറവുമില്ലായിരുന്നു. ഈ സമ്പത്തെല്ലാം അയാളുടെ മഹത്വം കൊണ്ട് ഉണ്ടായതാണെന്ന് അയാൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. മഹത് വ്യക്തികളുടെ പോലും പതനത്തിന് അഹങ്കാരം ഒരു കാരണമാകും. ധനഗുപ്തൻ്റെ ഭാര്യ കാന്തിമതി ഭഗവാനിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു. ഈ ദമ്പതികൾക്ക് 3 പെൺമക്കളായിരുന്നു. ഏറ്റവും ഇളയ മകൾ കുമാരിയും ഒരു വലിയ ഭക്തയായിരുന്നു. അവൾ എപ്പോഴും ഭഗവാൻ ശ്രീനിവാസനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അച്ഛൻ അറിയാതെ അവൾ ശ്രീ വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കാൻ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന പ്രസാദം അവളുടെ അച്ഛനൊഴികെ ബാക്കി എല്ലാവരും കഴിക്കുമായിരുന്നു. കാന്തിമതി അവരുടെ ഭർത്താവിൻ്റെ ഈ സ്വഭാവത്തിൽ അതീവ ദുഃഖിതയായിരുന്നു. ഒരു ദിവസം കുമാരി അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ ശ്രീ വെങ്കടേശ്വര വ്രതത്തിൽ പങ്കെടുക്കുവാനും കഥകൾ കേൾക്കുവാനുമായി പോയി. ഉച്ചയോടെ വ്രതം സമാപിച്ചു. അവിടെ നിന്ന് അവൾ കുറച്ച് പ്രസാദം കഴിക്കുകയും ബാക്കി വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പകുതി വഴിയായപ്പോൾ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് അവൾക്ക് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. അച്ഛൻ്റെ വ്യാപാര സ്ഥാപനം അടുത്തായതിനാൽ അവൾ വെള്ളം കുടിക്കാൻ അവിടേക്ക് പോയി. പക്ഷേ അച്ഛനോട് വ്രതത്തിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. അച്ഛൻ്റെ പ്രതികരണം ഓർത്തപ്പോൾ അവൾക്ക് പറയാൻ ഭയം തോന്നി. പ്രസാദം അവിടെ വെച്ചു മറന്ന് അവൾ വീട്ടിലേക്ക് പോയി. ഇതിനിടയിൽ ആ തെരുവിൽ ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ടു.
ആളുകൾ തലങ്ങും വിലങ്ങും കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. ഉച്ച ആയനാൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് തീ ആളിക്കത്താൻ തുടങ്ങി. ഇത് കണ്ട് ഭയപ്പെട്ട ധനഗുപ്തയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ വ്യാപാര സ്ഥാപനം കൺമുമ്പിൽ വെച്ച് കത്തി ചാമ്പലാകുമെന്നോർത്തപ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. സ്ഥാപനത്തിലെ ആളുകളെല്ലാം പുറത്തേക്ക് ഓടി. പക്ഷേ ധനഗുപ്തയുടെ മനസ്സ് അനുവദിക്കാതിരുന്നതിനാൽ അയാൾക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയില്ല. എന്നാൽ പോകാതിരുന്നാലോ ആ തീയിൽപ്പെട്ട് കത്തി ചാമ്പലാകുകയും ചെയ്യും. ഇതിനിടയിൽ മകൾ മറന്നു വെച്ച് പോയ പ്രസാദപ്പൊതിയിൽ അയാൾ തൊടുകയും മറ്റൊന്നും ചിന്തിക്കാതെ അയാൾ അത് കഴിക്കുകയും ചെയ്തു. ആ പ്രസാദത്തിൻ്റെ മാധുര്യം അയാൾ അനുഭവിച്ചറിഞ്ഞു. അത് മാത്രമല്ല, മനസ്സിൽ ഒരു ശാന്തത അനുഭവപ്പെടുകയും ചെയ്തു. ആ നിമിഷം ഒരു അത്ഭുതകരമായ സംഭവമുണ്ടായി. ധനഗുപ്തയുടെ സ്ഥാപനത്തിൻ്റെ അരികിലെത്തിയപ്പോൾ തീയണഞ്ഞു. ഒരു തീപ്പരി പോലും അയാളുടെ സ്ഥാപനത്തിലേക്ക് വീണില്ല. എന്തൊരത്ഭുതം! ധനഗുപ്ത ഒരു വാക്കുപോലും ഉരിയാടാനാകാതെ സ്തബ്ധനായി നിന്നു. തെരുവിലെ കടകളെല്ലാം തീയിൽപ്പെട്ട് ചാമ്പലാകുന്ന വിവരം ഇതിനിടയിൽ ധനഗുപ്തയുടെ ഭാര്യ കാന്തിമതി അറിയാനിടയായി. ഇത് കേട്ട് അവർ വല്ലാതെ പരിഭ്രമിച്ചു. അവർ ഭഗവാൻ ശ്രീനിവാസനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മകളോടുകൂടി സംഭവസ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവരുടെ സ്ഥാപനത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നും തീ സ്ഥാപനത്തിന് തൊട്ട് മുൻപിൽ വെച്ച് അണഞ്ഞതുമായ കാഴ്ചയാണ് അവർ കണ്ടത്. അപ്പോഴാണ് കുമാരിക്ക് താൻ പ്രസാദം അച്ഛൻ്റെ സ്ഥാപനത്തിൽ മറന്നു വെച്ച കാര്യം ഓർമ്മയിൽ വന്നത്. അപ്പോൾ തന്നെ ധനഗുപ്തയ്ക്കും താൻ പ്രസാദം കഴിച്ച കാര്യം ഓർമ്മ വന്നു. കുമാരി അവൾ പങ്കെടുത്ത വെങ്കടേശ വ്രതത്തിനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു. ധനഗുപ്തയ്ക്ക് താൻ കഴിച്ച പ്രസാദത്തിൻ്റെ മഹത്വവും ഭഗവാന്റെ അകമഴിഞ്ഞ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ വലിയ ആപത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലായി. അയാൾ ഭഗവാന്റെ ക്ഷമാർപ്പണം നടത്തി. അന്ന് വൈകുന്നേരം ധനഗുപ്ത ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുകയും ശ്രീ വെങ്കടേശ്വരം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുകയും ചെയ്തു. അന്നു മുതൽ തൻ്റെ ജീവിതം മുഴുവൻ ശ്രീ വെങ്കടേശ്വര ഭഗവാനായി ഒഴിഞ്ഞുവെച്ചു. അവസാനം അയാൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്തു. ഭഗവാന്റെ പ്രസാദം കഴിച്ചതുകൊണ്ട് മാത്രം ധനഗുപ്ത ആപത്തിൽ നിന്നും മുക്തനായി എന്നത് അതിശയകരമായ കാര്യം തന്നെ. ഭഗവാൻ ശ്രീനിവാസൻ്റെ അനുഗ്രഹത്തിനായി അവസരം കിട്ടുമ്പോഴെല്ലാം എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കണം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീയാഹ കാന്തായ കല്യാണനിധയേ നിധയേർത്ഥിനാം ശ്രീവെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം. കഥ 4 സമാപ്തം. കഥ 5. ശ്രീ അത്രി ഉവാച. മഹത് വ്യക്തികൾ പ്രവചിച്ചതുപോലെ ഭൂലോക വൈകുണ്ഠമാണ് തിരുമല തിരുപ്പതി. ഇതുപോലെ പുണ്യമുള്ള വേറെ ഒരു സ്ഥലവുമില്ല. ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ഭഗവാൻ വെങ്കടേശ്വരന് തുല്യനായി മറ്റൊരു ഈശ്വരനുമില്ല. ശ്രീനിവാസനായി അവതരിച്ച ശ്രീമാൻ നാരായണ ഭഗവാൻ ഭക്തവത്സലനാണ്. ഭഗവാന്റെ ഭക്തവാത്സല്യം വിവരണാതീതമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഭഗവാനെ പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തന്മാരെയും ഭഗവാൻ എപ്പോഴും സംരക്ഷിക്കും. ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം ശ്രീ വെങ്കടേശ്വരം അനുഷ്ഠിക്കുക എന്നതാണ്. വെങ്കടേശ്വരത്തിലെ 5ാമത്തെ കഥ മുനിശ്രേഷ്ഠനായ ശ്രീ അത്രിയാണ് വിവരിച്ചിരിക്കുന്നത്. ഹേയ് ശ്രീനിവാസ ഭക്തന്മാരെ, നിങ്ങൾ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് വിവരിക്കാൻ പ്രയാസമാണ്. കൃത, ത്രേത, ദ്വാപര യുഗങ്ങളിൽ എത്ര ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിച്ചാലും ശ്രീമാൻ നാരായണനെ പ്രീതിപ്പെടുത്താൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ഈ കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി ഭഗവാന്റെ പ്രീതി നേടാൻ. ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ചാൽ ആ നിമിഷം ഭഗവാൻ അവിടെ ഉണ്ടാകും. ഭഗവാൻ ശ്രീനിവാസൻ കരുണക്കടലാണ്. തിരുമല മുഴുവൻ ഭഗവാന്റെ ദിവ്യത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തിരുമലയിൽ നമ്മൾ വയ്ക്കുന്ന ഓരോ കാൽച്ചുവടും മുജ്ജന്മ സുഹൃതഫലമാണ്. പുരാതന കാലത്തിൽ കൗമാര മഹാരാജ്യത്ത് മിത്ര എന്ന പേരുള്ള ഒരു അലക്കുകാരൻ ജീവിച്ചിരുന്നു. വികലാംഗനായതിൽ വസ്ത്രങ്ങൾ അലക്കുവാനും അത് തിരികെ ആൾക്കാർക്ക് എത്തിക്കുവാനും അയാൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. അയാളായിരുന്നു ആ വലിയ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ഭഗവാൻ ശ്രീനിവാസൻ്റെ ഉത്തമ ഭക്തനായിരുന്നു മിത്ര. ഭഗവാൻ ശ്രീനിവാസൻ്റെ കരുണാകടാക്ഷം തനിക്ക് ലഭിക്കുമെന്ന് മിത്ര അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഭഗവാൻ ശ്രീനിവാസൻ എല്ലാം കാണുന്നുണ്ട്. കർമ്മങ്ങൾക്കൊടുവിൽ ശ്രീനിവാസ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കും. സാധാരണ പോലെ അന്ന് വൈകുന്നേരവും മിത്ര തുണിക്കെട്ടുകളുമായി തൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് വരികയായിരുന്നു.
അയാൾ വളരെ ക്ഷീണിതനായിരുന്നു. വരുന്ന വഴിയിൽ ഒരു വൃദ്ധ ബ്രാഹ്മണനെ കാണാനിടയായി. ബ്രാഹ്മണനെ കണ്ടപ്പോൾ തൻ്റെ തുണിക്കെട്ട് താഴെ വെച്ച് മിത്ര വിനയാനന്ദനായി തൊഴുതു. വീരാംഗനായ മിത്രയുടെ കഷ്ടപ്പാട് കണ്ട് ബ്രാഹ്മണൻ ദയാപൂർവം ചോദിച്ചു, "നീ വളരെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ?" മിത്ര വിനയാനന്ദനായി മറുപടി പറഞ്ഞു, "സ്വാമി, അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. എങ്കിലും അങ്ങയിലൊരു ദിവ്യത്വം ഞാൻ കാണുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവൻ എന്നിലാണ്. അതിൽ നിന്നും എനിക്ക് മുക്തിയുമില്ല. ദയവായി എൻ്റെ വികലാംഗത്വത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ ഒരു മാർഗം അങ്ങ് പറഞ്ഞു തന്നാലും." ഇത് കേട്ട് ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു, "തീർച്ചയായും ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടാലും. നിന്റെ വികലാംഗത്വം മാറുകയും നിനക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ചെയ്യും. ഇതൊക്കെയും ലഭിക്കാനായി ഞാനൊരു മഹത്തായ വ്രതത്തെപ്പറ്റി പറഞ്ഞു തരാം. ഈ വ്രതം അനുഷ്ഠിച്ച് കഴിയുന്ന ഉടൻ നിനക്ക് 1000 പൊൻപണം കിട്ടും. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. അതായത് കിട്ടുന്ന പൊൻപണത്തിൽ നിന്നും പകുതി എനിക്ക് തരണം. എനിക്കുള്ള പൊൻപണം സ്വീകരിക്കാനായി നാളെ ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരും." മിത്ര പ്രാർത്ഥനയോടെ ആ ബ്രാഹ്മണനോട് ചോദിച്ചു, "ഹേ സ്വാമി, ഞാൻ എത്ര ഭാഗ്യവാനാണ്. ദയവായി ആ വ്രതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. തീർച്ചയായും ഞാനത് ചെയ്യാം." ആ ബ്രാഹ്മണൻ ഉടൻ തന്നെ ശ്രീ വെങ്കടേശ വ്രതകൽപ്പത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു. മിത്ര സന്തുഷ്ടനായി വീട്ടിലെത്തി തൻ്റെ ഭാര്യയോട് നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു. മിത്ര തൻ്റെ അയൽക്കാരെയെല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ച വളരെ ഭക്തിയോടുകൂടി ശ്രീ വെങ്കടേശ വ്രതം അനുഷ്ഠിച്ചു. മിത്ര തീർത്ഥവും പ്രസാദവും സ്വയം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ പുറത്ത് ഒരാരവം കേട്ട് മിത്രയുടെ മകൻ അന്വേഷിക്കാൻ പോയി. അവൻ പെട്ടെന്ന് തിരികെ വന്നു മിത്രയോട് പറഞ്ഞു, "അച്ഛാ, രാജാവ് കൊടുത്തയച്ച കുറേ സമ്മാനങ്ങളുമായി രാജഭൃത്യന്മാർ വന്നിരിക്കുന്നു. കൊട്ടാരത്തിലെ പ്രധാന അലക്കുകാരനായി മിത്രയെ രാജാവ് നിയോഗിച്ച കാര്യം രാജഭൃത്യന്മാർ അയാളെ അറിയിച്ചു. ഇതുകൂടാതെ സമ്മാനമായി രാജാവ് കൊടുത്തയച്ച 1000 പൊൻപണവും അവർ മിത്രയ്ക്ക് കൈമാറി." മിത്രയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ജോലി ഏറ്റെടുക്കാൻ മിത്രയ്ക്ക് രാജാവ് ഒരാഴ്ച നൽകിയിരുന്നെങ്കിലും അത്രയും കാത്തിരിക്കാൻ ക്ഷമ അയാൾക്കില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ കൊട്ടാരത്തിലേക്ക് യാത്രയായി. സന്തോഷാധിക്യത്താൽ വൃദ്ധ ബ്രാഹ്മണന് കൊടുത്ത വാക്ക് അയാൾ മറന്നുപോയി. എന്നാൽ പോകുന്ന വഴിയിൽ മിത്ര ബ്രാഹ്മണനെ ഓർത്തെങ്കിലും അദ്ദേഹത്തിന് കൊടുത്ത വാക്കിന് പ്രാധാന്യം കൽപ്പിക്കാതെ ബ്രാഹ്മണനെ 1 മാസത്തിന് ശേഷം കാണാമെന്ന മനസ്സിൽ വിചാരിച്ച് അയാൾ നടന്നു നീങ്ങി. കൊട്ടാരത്തിൽ അയാൾ തൻ്റെ ജോലി ഏറ്റെടുത്തു. മാസങ്ങൾ കടന്നുപോയി. പക്ഷേ വൃദ്ധ ബ്രാഹ്മണന് കൊടുത്ത വാക്ക് അയാൾ പാടെ മറന്നുപോയി. ഭഗവാൻ ശ്രീമാൻ നാരായണൻ തന്നെയായിരുന്നു ബ്രാഹ്മണ രൂപത്തിൽ മിത്രയുടെ മുന്നിൽ ചെന്നിരുന്നത്. എന്നാൽ മിത്ര അത് മനസ്സിലാക്കിയില്ല. ഭഗവാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാജ്ഞിയുടെ ആഭരണങ്ങൾ കാണാതാകുകയും ആ കുറ്റം മിത്രയുടെ മേൽ ചുമത്തപ്പെടുകയും അയാൾ തുറങ്കിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പല രീതിയിലും അയാൾ ശിക്ഷിക്കപ്പെട്ടു. എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നോർത്ത് മിത്ര കുണ്ഠിതപ്പെട്ടു. അന്ന് രാത്രി മിത്ര സ്വപ്നത്തിൽ വൃദ്ധ ബ്രാഹ്മണനെ കാണുകയും താൻ മറ്റാരുമല്ല ഭഗവാൻ ശ്രീനിവാസൻ തന്നെയാണെന്ന് മിത്രയെ അറിയിക്കുകയും ചെയ്തു. ഭഗവാന് കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നതിലാണ് അയാൾക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്നും പറഞ്ഞു. മിത്ര പ്രാർത്ഥനയോടെ ഭഗവാനോട് പറഞ്ഞു, "ഭഗവാനെ, ഞാൻ വലിയ ഒരു അപരാധിയാണ്. ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. സമസ്താപരാധവും പൊറുക്കേണമേ. ഇന്നു മുതൽ എൻ്റെ ജീവിതാവസാനം വരെ എല്ലാ മാസവും ഭക്തിയോടെ ഞാൻ വെങ്കടേശ്വരം അനുഷ്ഠിക്കുകയും എൻ്റെ വരുമാനത്തിൻ്റെ പകുതി അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്തു കൊള്ളാം." തൻ്റെ ഭക്തരുടെ സംരക്ഷകനാണ് ഭഗവാൻ. മിത്രയുടെ വാക്കുകൾ കേട്ട് ഭഗവാൻ പ്രീതിപ്പെടുകയും അയാളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ രാജ്ഞിയുടെ ആഭരണങ്ങൾ കണ്ടുകിട്ടി. ഇതിൽ നിന്നും മിത്ര കുറ്റക്കാരനല്ലെന്ന് രാജാവിന് ബോധ്യമായി. തടങ്കലിൽ നിന്നും മിത്രയെ മോചിപ്പിക്കാൻ രാജാവ് ഉത്തരവിട്ടു. അതിനുശേഷം എല്ലാ മാസവും മിത്ര ശ്രീ വെങ്കടേശ വ്രതം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുകയും തൻ്റെ വരുമാനത്തിൻ്റെ പകുതി ഭഗവാന് സമർപ്പിച്ച് പോരുകയും ചെയ്തു. ശേഷമുള്ള മിത്രയുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു. അവസാനം അയാൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്തു. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീയാഹ കാന്തായ കല്യാണനിധയേ നിധയേർത്ഥിനാം ശ്രീവെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം. കഥ 5 സമാപ്തം. ക്ഷമാർപ്പണം.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത് പൂജിതം മയാ ദേവ പരിപൂർണം തദാസ്തുതേ. ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുക. അനയാ ധ്യാന വാഹനാദി ഷോഡശ പചര പൂജയാ ച ഭഗവാൻ സർവാത്മക ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വരൂപോ ഭഗവാൻ സുപ്രീത സുപ്രസന്നോ വരദോ ഭവതു. ശ്രീ വെങ്കടേശ്വര ദേവപ്രസാദം ശിരസാ ഗൃഹനാമി. തീർത്ഥമെടുക്കുക. അകാല മൃത്യുഹരണം സർവവ്യാധി നിവാരണം സർവ പാപക്ഷയകരം ദേവ പാദോദകം പാവനം ശുഭം. ഗ്ലാസ്സിലെ വെള്ളം തീർത്ഥമായി കുടിക്കുക. നൈവേദ്യം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സത്യം തുർദേന പരിഷിഞ്ചാമി. അമൃതമസ്തു അമൃതോപസ്തര നമസ്സി. ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ബ്രാഹ്മണേ സ്വാഹ. ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഃ. മഹാനൈവേദ്യം സമർപ്പയാമി. മഹാനൈവേദ്യം കൈയുടെ ആംഗ്യം കൊണ്ട് ഭഗവാന് സമർപ്പിക്കുക. മഹാനൈവേദ്യം എന്നാൽ ഗോതമ്പ് നുറുക്ക്, നെയ്യ്, ഏലക്കാപ്പൊടി, പഞ്ചസാര ഇവ ചേർത്ത് വേവിച്ച് ഒരു പഴം അരിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക. ഇതാണ് മഹാനൈവേദ്യം. അമൃതാഭി ധാരാമസി ഉത്തരാപോഷണം സമർപ്പയാമി. ഹസ്തൗ പ്രക്ഷാളയാമി. ശുദ്ധ ആചമനീയം സമർപ്പയാമി. താംബൂലം സമർപ്പയാമി. സുവർണമന്ത്രപുഷ്പം സമർപ്പയാമി. പ്രദക്ഷിണ നമസ്കാരം സമർപ്പയാമി. അനയാ ധ്യാന വാഹനാദി ഷോഡശോപചര പൂജയാ ഭഗവാൻ സർവാത്മകഃ ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി സുപ്രീത സുപ്രസന്ന വരദോ ഭവതു. ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി പ്രസാദം ശിരസാ ഗൃഹനാമി. ഉദ്വാസനം. യജ്ഞേന യജ്ഞമയജന്ത ദേവാസ്ഥാനി ധർമാണി പ്രഥമാന്യാസൻ തേഹനാഗം മഹിമാനസ ചന്ദേ യത്ര പൂർവേ സാധ്യാ ശാന്തി ദേവാഃ. ഗച്ഛ ഗച്ഛ സുരശ്രേഷ്ഠ സ്വസ്ഥാന ശ്രീ വെങ്കടേശ്വര ഭക്താഭീഷ്ട സമൃദ്ധ്യർത്ഥം പുനരാഗമനായ ച ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി യഥാസ്ഥാനം ഉദ്വാസയാമി.